ഹലോ ഗേയ്സ്, ഞാൻ ഇന്നിവിടെ ചക്കയൊക്കെ കുറേ പഴുത്തപ്പോഴേ ചക്ക കൊണ്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വാഴക്കപ്പൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് ചക്കയൊക്കെ ആദ്യം വേവിച്ചങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എത്ര ദിവസമാണെങ്കിലും ഉപയോഗിക്കട്ടോ. പഴുത്ത ചക്കയൊക്കെ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് പടം കഴിച്ചാൽ കഴിയില്ലല്ലോ. നമുക്ക് വാഴക്കപ്പം ഉണ്ടാക്കിയാലോ. ചക്ക നല്ലോണം കുക്കറിലൊക്കെ ഒന്ന് വിസിലിരുത്തി വേവിച്ചാട്ടോ. പച്ചയാണെങ്കിലും പറ്റും കേട്ടോ. നന്നായി മിക്സിയിൽ അടിച്ചെടുക്കട്ടോ. വേഗം അടിയിൽ ലേശം വെള്ളം ഒഴിച്ചാൽ മതി. നന്നായി അടിച്ചെടുക്കുക, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുക കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ. മിക്സിയിലൊക്കെ നന്നായി അടിച്ചെടുക്കട്ടോ. ചക്ക കൊണ്ട് 2 വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ചക്ക കൊണ്ട് ഒരു കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കൂട്ടാൻ നിങ്ങൾ കഴിച്ചിട്ടില്ല? നല്ല രസമല്ലേ കഞ്ഞിക്ക് ചക്കക്കൂട്ടാൻ. ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കണം. ചക്ക വിഭവങ്ങളാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ. അങ്ങനെ ഫൈനായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർക്കാം. അരിപ്പൊടി ആദ്യം 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് നോക്കുക അതിൻ്റെ അയവ് എങ്ങനെ ഉണ്ട്. നമ്മൾ പൊടിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല. ഇതിങ്ങനെ ഇതിലും കുഴച്ചിട്ട് നമുക്ക് അപ്പം ചുടുന്ന ഒരു പാകമായി കിട്ടണം കേട്ടോ. വലിയ ടൈറ്റും ആകാൻ പറ്റില്ല, വലിയ ലൂസും ആകാൻ പറ്റില്ല. അതിൻ്റെ അടിയിലുള്ളൊരു ഇതാണ് അതിൻ്റെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു കുറച്ചും കൂടിയും പൊടിയിടണം കേട്ടോ. കുറച്ചും കൂടിയും പൊടി ഇട്ട് നന്നായി കുഴച്ച് ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. ഒരു ലേശം പാകത്തിന് പഞ്ചസാര, ശർക്കര വേണമെങ്കിൽ ശർക്കര ഇടാം കേട്ടോ. ശർക്കര ഇടുമ്പോൾ വേറെ ടേസ്റ്റാണ്. കുറച്ച് ഏലക്കായ് പൊടിച്ചതും ഒരു ലേശം ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ ലേശം ഉപ്പും ചേർക്കണം കേട്ടോ. ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കേ കുറച്ച് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചുട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ച് ചുട്ടാൽ മതി. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാനും ചക്ക കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴേ ചക്ക കുറേ വീട്ടിലുണ്ടായപ്പോൾ കുറേ പഴുത്തതും പച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയതാണ്. ചക്കൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാലും നല്ലതാണ്. ചക്കക്കുരു കൊണ്ട് കറി വെക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ചട്ടി തീ വെച്ചിട്ടേ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്നും തീരെ കുടിക്കൂല കേട്ടോ. അത് നല്ല രസമുണ്ടാവും. നമ്മൾ വാഴക്കപ്പൊക്കെ ചുടണ അതേപോലെ തന്നെ കഴിച്ചാലും തണുത്തിട്ട് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എണ്ണ നല്ലോണം തിളച്ച് വരുമ്പോഴേ നമുക്കത് പൊടിയായിക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, ഈ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് ഇടുന്നത്. സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ ഷേപ്പ് കിട്ടില്ല, കൈ കൊണ്ട് ഇടുമ്പോഴാണ് നല്ല ഷേപ്പ് ഇട്ട്. കൈ കൊണ്ട് ഇടുമ്പോൾ നമ്മളെ കയ്യുമ്മയൊക്കെ ആകാവും, എപ്പോഴും കഴുകാൻ നിൽക്കേണ്ടി വരും. ഒരു വട്ടം ഇട്ടാൽ പിന്നെ കഴുകേണ്ടി ഒട്ടി പിടിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ സ്പൂൺ എടുത്താൽ അതെ കേട്ടോ. അങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കണം കേട്ടോ. ഇടുമ്പോൾ നല്ല ഫ്ലെയിം വേണം, പിന്നെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കുറക്കുക. കയ്യിൽ കടന്നിട്ട് ഒരു ഭാഗം വെന്തിട്ട് പതുക്കെ മറിച്ചിടാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വേഗം പോകും. ചായയുടെ കൂടിയും വെറുതെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തിനൊന്നും കേടാവില്ല. നല്ല ടേസ്റ്റ്, തണുക്കുന്നിടത്തോളം ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം. പുറത്ത് വെച്ചാൽ 2 ദിവസം വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. ചക്കയൊക്കെ ഉണ്ടാകുമ്പോഴേ നല്ലോണം വേവിച്ചിട്ട് ചക്ക നല്ലോണം വേവിച്ചിട്ട് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ചക്കപ്പം ഉണ്ടാക്കാം, കുമ്പളപ്പം ഉണ്ടാക്കാം, ഇലട ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. ചക്ക കൊണ്ട് പല വെറൈറ്റി സാധനങ്ങളും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു വാക്ക് വെന്ത് വന്നിട്ടോ ഞാൻ മറിച്ചിട്ടു. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. വെന്തിട്ടുണ്ടാവും, ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോഴേ വാങ്ങിയാൽ മതി. ആ മഞ്ഞ കളറൊക്കെ ഒന്ന് പോയി ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ചക്കയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം പിന്നെ പച്ച ചക്കയായിട്ട് നമുക്ക് ചക്ക വറുത്ത് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അതുണ്ടാക്കി ഇങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കട്ടോ. വറുത്തപ്പേരി ഉണ്ടാക്കൂലേ നമ്മൾ ചക്ക കൊണ്ട്, അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അങ്ങനെ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്. ചക്ക കൊണ്ട് കൂട്ടാനും ഉണ്ടാക്കി, ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.
എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗെയ്സ്, നമുക്കിനി ചക്കോൻ്റെ ഒരു കൂട്ടാണ്ടാക്കട്ടെ. പൊളിയാണ്, പച്ചച്ചക്കയായിട്ടാണ് ഉണ്ടാക്കുക. അതിന് നമുക്ക് ചക്കൻ്റെ ചൗണിയും കുരുമൊക്കെ റെഡിയാക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം. അല്ലേ ഇതേപോലെ കുക്കറിൽ വെക്കുമ്പോൾ പിന്നെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം വേവും കേട്ടോ.
നിങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. കഞ്ഞിയും ചക്കക്കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല. കഞ്ഞിക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. നമുക്ക് ഉണ്ടാക്കാം. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. വെള്ളം അധികം വെക്കേണ്ട ആവശ്യമില്ല. ചക്കയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരൊറ്റ വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. ഇതൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് ചക്കക്കൂട്ടാനുണ്ടാകുമ്പോൾ നിങ്ങൾ ചക്കക്കൂട്ടാനും കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കി. ഭയങ്കര ടേസ്റ്റാണ്. ഒരു സമ്മന്തി മാങ്ങ ചക്കര മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അത് ഇതിലേക്ക് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ്. അച്ചാറും ടേസ്റ്റ് ഉണ്ടാവും. കഞ്ഞിയൊക്കെ നല്ലോണം കുടിച്ച് നമുക്ക് വയറ് നിറച്ച് കുടിക്കാം. നല്ല സുഖമാണ്. ചക്കക്കൂട്ടാനും കഞ്ഞി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാട്ടോ. നിങ്ങൾ ചക്കയായിട്ട് കൂട്ടാൻ വെക്കുമ്പോൾ ഇങ്ങനെ കഞ്ഞിയൊക്കെ ഒന്ന് കുടിച്ച് നോക്കി. നമുക്ക് അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പൊക്കെ ഇടട്ടോ. എന്നിട്ട് നമുക്കൊരു വിസിൽ വരുത്താം. കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാട്ടോ. വെള്ളം അധികമായാൽ പറ്റില്ല. കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു മുറി ചക്കൻ്റെ ചുളയും ഇതൊക്കെ കേട്ടോ. ഒരു മുറിയോളം ചക്കൻ്റെ നമുക്ക് കുക്കറിലൊന്ന് വിസിൽ വരുത്തട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി. കുക്കറിലൊക്കെ ഒന്ന് വിസിൽ വരട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. നമുക്ക് കുക്കറൊക്കെ ഒന്ന് വിസിൽ വരട്ടോ. നമുക്ക് ഇതിക്കില്ലേ തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകിയിട്ടേ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ചക്കയൊക്കെ വെന്തിട്ടേ നമുക്ക് മിക്സിയുടെ ജാറിൽ അതൊക്കെ ഒന്ന് അരച്ചെടുക്കും. ചക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ച് പാർന്ന് കൊടുക്കണം. തേങ്ങ അരച്ചതായി കൊഴിച്ച് കൊടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒഴിച്ചാൽ എന്താ പറയുക, ഗ്യാസിനൊക്കെ നല്ലതാണ് അതിലിട്ട് അരച്ചാൽ. ചെറിയ ജീരകം ഇതൊക്കെ നന്നായി അരച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് കടുക് ഇട്ടൊന്ന് കടുക് വേപ്പിൻ്റെ ഇലയും കടുകും ഇട്ടിട്ട് കടുക് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ടാൽ. ഇതൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോഴേ നമുക്ക് കുറച്ച് എണ്ണ പാർന്നിട്ട് കടുകിട്ട് പൊട്ടിയിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇപ്പോഴും വേണമെങ്കിൽ ഇടാം. കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ടാൽ വേറെ ടേസ്റ്റാട്ടോ. നിങ്ങൾ കുരുമുളകൊക്കെ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി ചക്കക്കൂട്ടാൻ. നിങ്ങളിങ്ങനെ ചക്കക്കൂട്ടാൻ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ല ഇങ്ങനെ എന്തായാലും വെച്ച് നോക്കണ്ടോ. വെച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണേ. കമൻ്റ് അറിയിക്കണേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് കരിവേപ്പില ഇട്ടിട്ട് അതിൽ വറവ് ഒഴിച്ച് കൊടുക്കട്ടോ. അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടാനൊക്കെ റെഡിയായി. അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ശർക്കര മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടോ? ശർക്കര മാങ്ങി മീൻ വറുത്തതും ചക്കക്കൂട്ടാനും കഞ്ഞി അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കുടിച്ചിട്ട് അടിപൊളി. ഞങ്ങളെല്ലാവരും ഒന്ന് കുടിച്ച് നോക്കി. ചോറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ വേനൽക്കാലമല്ലേ, കഞ്ഞി നല്ലതാണ്. ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
ഗേയ്സ്, നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ശർക്കര മാങ്ങട്ടതും മീൻ വറുത്തതും കഞ്ഞി ചക്കക്കൂട്ടാനും അടിപൊളി കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം.